Hi friends, welcome to Nubas share. ചൂടുകാലത്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഇത്. പക്ഷേ ഒന്ന് റിമൈൻ ചെയ്യിക്കാൻ അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെയറിംഗ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളക് ഇപ്പം തന്നെ നമുക്കിത് ചെയ്യാൻ തുടങ്ങിക്കോളും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ. അപ്പോൾ ഞാൻ പച്ചമുളക് ഒരു 10-20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ വീട്ടിൽ കഴിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പച്ചമുളകിന് വില കുറവൊക്കെയാണ്. അപ്പോൾ പച്ചമുളക് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നടുഭാഗത്ത് ചെറിയൊരു കട്ട് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് മുറിക്കാം. പക്ഷേ അത് നടുഭാഗം പിളർന്ന് രണ്ടായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് കട്ട് ചെയ്താൽ മാത്രം മതിയാകും. നമുക്ക് അതിൻ്റെ അതേപോലെ പച്ചമുളകിൻ്റെ ആ തണ്ട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ പച്ചമുളകിനെയും നടുഭാഗം ഒന്ന് ഒരു കട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കാൻ അടുത്തതായിട്ട് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ കല്ലുപ്പ് ഒരു 2-2.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഞാനൊരു 10-20 പച്ചമുളകിന് 2.5 സ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ മോര് വെള്ളമാണ് ചേർക്കുന്നത്. ഈ പച്ചമുളക് മുഴുവനായിട്ട് അങ്ങ് മുങ്ങുന്നത്രയ്ക്ക് നമുക്ക് മോര് വെള്ളം ചേർത്ത് കൊടുക്കാം. മോര് വെള്ളം അല്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ തൈരിൽ ഒരു അര ഗ്ലാസ് തൈരിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ട് നമുക്കിത് ഒരു ദിവസം മൊത്തം, അതായത് നമ്മൾ രാത്രി ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ഓവർനൈറ്റ് രാത്രി മൊത്തം നമ്മൾ ഒന്ന് കവർ ചെയ്ത് എടുത്ത് വെക്കാം. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ എടുത്തിട്ട്, അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കളർ ഡിഫറൻസ് കാണും. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് വെയിലത്ത് നമുക്കൊരു ദിവസം മൊത്തം രാവിലെ മുതൽ വൈകിട്ട് വെയിലാറുന്ന വരെ വെയിലത്ത് നമുക്ക് ഉണക്കാൻ വെക്കാം. അങ്ങനെ ഈ ഉണക്കാൻ വെക്കുന്ന ഈ സമയത്ത് ഈ ബാക്കി വന്നിട്ടുള്ള ഈ മോര് വെള്ളം നിങ്ങൾ കളയരുത്. അപ്പോൾ ഒരു ദിവസം മൊത്തം ഉണക്കിയതിന് ശേഷം രാത്രി ഈ പച്ചമുളക് എടുത്തിട്ട് വീണ്ടും ഈ മോര് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അടുത്ത ദിവസം രാവിലെ വീണ്ടും നമുക്കിത് ഉണക്കാൻ വെക്കാം. അങ്ങനെ 3 ദിവസം ഈ പ്രൊസീജിയർ ചെയ്യാം. 3 ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് അടിപൊളി വറ്റൽമുളക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഈ വറ്റൽമുളക്. പക്ഷേ പലരും തന്നെ ഇപ്പോൾ ഇത് കാശ് കൊടുത്ത് കെമിക്കൽസൊക്കെ ചേർത്ത് മറ്റൊക്കെയാണ് വാങ്ങിക്കാറ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പച്ചമുളകിന് വില കുറഞ്ഞൊരു സമയമാണ്, അല്ലെങ്കിൽ വീട്ടിലെ പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ തണ്ടോട് കൂടി എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. മോര് വെള്ളത്തിലിട്ട് 3 ദിവസം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് എരിവ് അത്യാവശ്യം കുറവായിരിക്കും. അതൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യൂ. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സും കൂടി കാണണമെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോസ് അതേ സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കൂടി പറ്റുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. നമുക്കിനി അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.